ഹലോ ഗൈസ്, ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലെ തറവാടാണിത്. നമ്മുടെ പാലക്കാടുള്ള വരിക്കശ്ശേരി മനയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന മനയൊക്കെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇതുപോലത്തെ 3 വീടുകളാണ് ഉള്ളത്. പക്ഷെ ഒരെണ്ണത്തിൽ നമുക്ക് പ്രവേശനമില്ല. അപ്പം നമ്മൾ ആദ്യം കയറുന്നത് ഇതാ ഈ വീട്ടിലാണ്. ഇത് ഇവരുടെ പത്തായപ്പുരയായിരുന്നു. അപ്പം ഇവിടെയായിരുന്നു ഇവർ നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇതിനകത്ത് കയറിയതും നല്ല തണുപ്പാണ്, പുറത്തെ പൊള്ളുന്ന ചൂടൊന്നും അറിയുന്നേയില്ല. പിന്നെ ഇവിടെ ദാ ഇങ്ങനെ കുറേ സെറ്റ് സാരീസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല വിശാലമായി നീണ്ടു കിടക്കുന്ന വരാന്തയാണ് ഇവിടെ ഉള്ളത്. നമ്മളിനി മേലെ കയറാൻ പോവാണ്. ഇവിടുത്തെ സ്റ്റെയർ കേസ് കണ്ടില്ലേ, നല്ലൊരു ഡിസൈനിലാണ് ഉള്ളത്. പക്ഷെ സ്റ്റെപ്സ് ഒക്കെ ചെറുതാണ്, നോക്കി കയറണം, ഇല്ലെങ്കിൽ താഴെ വീഴും. ഈ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിടിക്കുന്ന ഇതായിരിക്കോട്ടെ, എല്ലാത്തിലും നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ മേലെ എത്തുമ്പോൾ ദാ ഇവിടെയും കുറേ റൂംസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ റൂംസ് ഒക്കെ കണക്റ്റഡ് ആണ്. ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ടൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു റൂമിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അതിന് 2 ഡോറൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതിന് മുകളിലായിട്ട് ഒരു നില കൂടി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, അവിടേക്ക് പ്രവേശനമില്ല. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മനയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. താഴെ ഒരു വരാന്ത കണ്ടില്ലേ, അതേപോലെ അത്രയും നീളം തന്നെ മുകളിലത്തെ ഈ ബാൽക്കണിയും വരുന്നുണ്ട്. ഞാൻ താഴെ ഇറങ്ങാൻ പോവാണ്. ഇപ്പം ഞാൻ ഇറങ്ങുന്നത് വേറെ സ്റ്റെയർ കേസിലൂടെയാണ്. അപ്പം മൊത്തം ഈ ഒരു ഫ്ലോറിലേക്ക് എത്താനായിട്ട് ഇവിടെ 2 സ്റ്റെയർ കേസ് ആണ് ഉള്ളത്. ഇനി പോകുന്നത് മെയിൻ മനയിലോട്ടാണ്. കണ്ട നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുറേ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമില്ല. കാരണം നല്ല ട്രഡീഷണൽ വൈബുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. മനന്റെ ഉള്ളിലോട്ട് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല, പുറത്ത് അയച്ചിട്ടിട്ട് വേണം കയറാൻ. ഗൈസ്, ഈ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം ഓർമ്മ വരുന്നതെന്ന് കമന്റ്. എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് ഇവിടെ ഒരു ചെയർ ഇട്ടിരുന്ന് തത്തികൃതയിന്ന് താളം പിടിക്കണു. അപ്പുറത്തെ രേവതി മാം ഡാൻസ് കളിച്ച് ലാസ്റ്റ് ചെലങ്ക വലിച്ചെറിയുന്ന ആ ഒരു സീൻ, അത് ഷൂട്ട് ചെയ്തത് ഇവിടാണ്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വാവ് വാവ് വാവ്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. വാതിലൊക്കെ നല്ല മരത്തടി കൊണ്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ളതാ. ഇവിടെ നിന്ന് നമ്മൾ കയറുന്ന ആദ്യത്തെ റൂം ഇതാണ്. റൂമിനകത്തൊക്കെ നല്ല ഇരുട്ടാണ്. പിന്നെ ഇവിടെ ഇത് കണ്ട താഴെ ഈ ജനലിന്റെ താഴെയൊക്കെ ആയിട്ട് നല്ല ഷാർപ്പ് എഡ്ജസ് ആണ്. പണ്ടത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് കേട്ടോ ഇതായി കാണുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് നടുമുറ്റത്തിലേക്കാണ്. ഒരു നടുമുറ്റത്തിന്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു സെറ്റപ്പ് കൂടി ഉണ്ട്. അതായത് ഈ നടുമുറ്റത്തിന്റെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കാണാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ആണുള്ളത്. ഇവിടെ ചുമരിലൊക്കെ ആയിട്ട് നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നടുമുറ്റത്തിലെ ഈ ഒരു തുളസിത്തറയും മാത്രമല്ല, ഇവിടെ ഇറങ്ങി നിന്ന ഈ ഒരു മനയുടെ ഫുൾ വ്യൂ കിട്ടും. ഞാൻ കാര്യമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ഒന്നും കേൾക്കുന്നൊന്നുമില്ല. പിന്നെ ഈ റൂമിന്റെ താഴെ നിലമില്ലേ, നിലമൊന്നും തേച്ചിട്ടൊന്നുമില്ല, മണ്ണാണ് താഴെയൊക്കെ. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഇതെന്താണെന്നറിയില്ല, എന്തോ സംഭവം. പിന്നെ ഇത് അവിടെ കുറേ വിറകുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ വിറകിന് അടുത്ത് തന്നെ ആയിട്ട് 3 അടുപ്പുകളാണുള്ളത്. ഇവിടെ ഒരു അരിയാട്ടുകല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇതാ ഇവിടെ നിന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു സെറ്റപ്പാണിത്. പണ്ടത്തെ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ, അതേപോലത്തെ സെയിം സംഭവമാണ്. കിണറ്റിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മൾ നേരത്തെ കണ്ട പത്തായപ്പുരയുടെ ഫ്രണ്ട് പോർഷൻ ശരിക്കും ഇതാണ്, പക്ഷെ ഞാൻ കയറിയത് സൈഡിൽ കൂടെയാണ്. പിന്നെ ദേ എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ അമ്പലമാണ്. നമുക്ക് എന്തായാലും അതിൽ കൂടെയൊക്കെ പോയി നോക്കാം. നമ്മൾ കുറേ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള ഇവിടുത്തെ കുളമാണിത്. കുളമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാനിതാ മനയിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.